ടീച്ചറെ, എന്താ ടീച്ചറിന്റെ മറുപടി? എന്താ തീരുമാനം? പറയൂ ടീച്ചറെ, പ്ലീസ്. തീരുമാനം ഞങ്ങൾ പറഞ്ഞാൽ മതിയോ? ഞങ്ങൾ പറഞ്ഞാ മതിയോന്ന്. അല്ല, എന്ത് തീരുമാനം മാഷിന് അറിയേണ്ടത്? വേണ്ട കുഞ്ഞെ, റാണി, രശ്മി. ചേച്ചി മിണ്ടാതെ. ഇയാൾക്ക് വേണ്ടത് ഞങ്ങൾ കൊടുത്തോളാം. അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞങ്ങൾ അങ്ങോട്ട് പറയും, അത് കേട്ടാ മതി. വി ടോക്ക്, യു ഹിയർ. അതാണ് മാഷിന് നല്ലത്. ഇല്ലെങ്കിൽ ചേച്ചിയായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് മാഷും മാഷിന്റെ ആൾക്കാരും അല്ലേ? പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ വഴി തറഞ്ഞ് ശല്യപ്പെടുത്തുന്നത്? അയ്യോ, ഞാൻ ശല്യപ്പെടുത്താൻ വന്നൊന്നുമല്ല. എന്റെ അമ്മ ഞാനും രത്നയായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒടുവിൽ ഞാനത് സാധിച്ചെടുത്തു. ഇനി അറിയേണ്ടത് രത്നയുടെ തീരുമാനമാണ്. അതറിയാൻ വേണ്ടിയാ ഞാൻ രത്നയെ കാണാമെന്ന്. എന്തറിയാനാണെങ്കിലും ഇനി മേലിൽ ചേച്ചിയുടെ പിന്നിൽ നടക്കരുത്. വഴിയിൽ വെച്ച് ചേച്ചിയെ ശല്യപ്പെടുത്തരുത്. ഇനി ഇത് ആവർത്തിച്ച പൂവള്ളിയിലെ പെണ്ണുങ്ങൾ ആരാണെന്ന് മാഷ് അറിയും. വാ. എന്നെ മനസ്സിലായി കാണുമല്ലോ. എല്ലാം എനിക്ക് മനസ്സിലായി. ഇത് ശരിയല്ല മാഷെ, മര്യാദയല്ല. വഴിയിൽ തടഞ്ഞു നിർത്തി സംസാരിക്കുന്ന മര്യാദയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ രത്ന ടീച്ചറുടെ മറുപടി അറിയാതെ ഞാൻ എങ്ങനെ? നിങ്ങൾ ഈ കാര്യം രത്നയോടല്ല സംസാരിക്കേണ്ടത്, ഗിരിയേട്ടനോടാണ്. പക്ഷേ ഇപ്പൊ ഒരു വിവാഹാലോചനയായി പൂവള്ളി വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യമല്ല. അങ്ങനെ ഉണ്ടാവുമ്പോ ഞങ്ങൾ അറിയിക്കാം. അപ്പൊ വന്ന് ഗിരിയേട്ടനോട് സംസാരിക്കണം. തീരുമാനം ഗിരിയേട്ടൻ എടുക്കും. അതുവരെ വഴിയിൽ വെച്ചുള്ള ഈ പ്രകടനം ഒഴിവാക്കണം. മാഷിന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.